വാല്യം 1, പാർലമെന്റ് ഓഫ് റിലിജൻസ്, പ്രഭാഷണങ്ങൾ. സ്വാമി വിവേകാനന്ദന്റെ സ്വാഗതത്തിനുള്ള പ്രതികരണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ വിയോജിക്കുന്നത്? അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഊഷ്മളവും ഹൃദ്യവുമായ സ്വീകരണത്തിന് മറുപടിയായി പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സന്യാസിക്രമത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. മതങ്ങളുടെ മാതാവിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാ വിഭാഗങ്ങളിലെയും ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. സഹിഷ്ണുത എന്ന ആശയം വിദൂര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഈ മനുഷ്യർ വിവിധ ദേശങ്ങളിൽ വഹിക്കുന്ന ബഹുമതി നേടിയേക്കാം എന്ന് പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പരാമർശിച്ച് നിങ്ങളോട് പറഞ്ഞ ഈ വേദിയിലെ ചില പ്രസംഗകർക്കും എന്റെ നന്ദി. സഹിഷ്ണുതയും സാർവത്രിക സ്വീകാര്യതയും ലോകത്തെ പഠിപ്പിച്ച ഒരു മതത്തിൽപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ സാർവത്രിക സഹിഷ്ണുതയിൽ മാത്രമല്ല, എല്ലാ മതങ്ങളെയും സത്യമായി അംഗീകരിക്കുന്നു. ഭൂമിയിലെ എല്ലാ മതങ്ങളിലെയും എല്ലാ രാജ്യങ്ങളിലെയും പീഡിപ്പിക്കപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഒരു രാജ്യക്കാരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. റോമൻ സ്വേച്ഛാധിപത്യത്തിൽ അവരുടെ വിശുദ്ധ ക്ഷേത്രം തകർന്ന വർഷത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ച ഇസ്രായേല്യരുടെ ശുദ്ധമായ ശേഷിപ്പിനെ ഞങ്ങൾ ഞങ്ങളുടെ നെഞ്ചിൽ ശേഖരിച്ചുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു. മഹത്തായ സ്വരാസ്ട്രിയൻ രാഷ്ട്രത്തിന്റെ അവശിഷ്ടത്തിന് അഭയം നൽകിയതും ഇപ്പോഴും വളർത്തിയെടുക്കുന്നതുമായ മതത്തിൽ അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. സഹോദരന്മാരെ, എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ആവർത്തിച്ചതായി ഓർക്കുന്ന ഒരു സ്തുതിഗീതത്തിൽ നിന്നുള്ള ഏതാനും വരികൾ ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കുന്നു. ഇത് ദശലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാ ദിവസവും ആവർത്തിക്കുന്നു. വിവിധ സ്രോതസ്സുകൾ, വിവിധ സ്ഥലങ്ങളിൽ. അവയുടെ ഉറവിടങ്ങളുള്ളതിനാൽ എല്ലാം കൂടിച്ചേരുന്നു. കടലിലെ ജലം. അതിനാൽ ദൈവമേ, മനുഷ്യർ വ്യത്യസ്ത പ്രവണതകളിലൂടെ സഞ്ചരിക്കുന്ന വ്യത്യസ്ത പാതകൾ വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും വളഞ്ഞതോ നേരായതോ ആയവയെല്ലാം നിന്നിലേക്കാണ് നയിക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മഹത്തായ സമ്മേളനങ്ങളിലൊന്നായ ഇപ്പോഴത്തെ കൺവെൻഷൻ ഗീതയിൽ പ്രബോധിപ്പിച്ച അത്ഭുതകരമായ സിദ്ധാന്തത്തിന്റെ ലോകത്തിന് ഒരു ന്യായീകരണമാണ്, ഒരു പ്രഖ്യാപനമാണ്. ആരെങ്കിലും എന്റെ അടുക്കൽ വന്നാൽ ഏത് രൂപത്തിലൂടെയും ഞാൻ അവനിൽ എത്തിച്ചേരും. എല്ലാ മനുഷ്യരും അവസാനം എന്നിലേക്ക് നയിക്കുന്ന പാതകളിലൂടെ പോരാടുകയാണ്. വിഭാഗീയതയും അതിന്റെ ഭയാനകമായ സന്തതിയായ മതഭ്രാന്തും ഈ മനോഹരമായ ഭൂമിയെ പണ്ടേ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചു, പലപ്പോഴും മനുഷ്യരക്തത്താൽ നനച്ചു, നാഗരികതയെ നശിപ്പിച്ച് മുഴുവൻ ജനതകളെയും നിരാശയിലേക്ക് അയച്ചു. ഈ ഭയാനകമായ പിശാചുക്കളില്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ പുരോഗമിച്ചേനെ. എന്നാൽ അവരുടെ സമയം വന്നിരിക്കുന്നു. ഈ കൺവെൻഷന്റെ ബഹുമാനാർത്ഥം ഇന്ന് രാവിലെ മുഴങ്ങിയ മണി എല്ലാ മതഭ്രാന്തിന്റെയും വാൾ കൊണ്ടോ പേനുകൊണ്ടോ ഉള്ള എല്ലാ പീഡനങ്ങളുടെയും അതിലേക്ക് പോകുന്ന വ്യക്തികൾക്കിടയിലുള്ള എല്ലാ അവിഹിത വികാരങ്ങളുടെയും മരണമണിയായിരിക്കുമെന്ന് ഞാൻ തീക്ഷ്ണമായി പ്രതീക്ഷിക്കുന്നു.